സംസ്ഥാന ഹോക്കി അസോസിയേഷനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നു ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷ്. ഹോക്കി അസോസിയേഷന് ഏകോപനമില്ലെന്നും പുതിയ ഹോക്കി താരങ്ങളെ വളർത്തിയെടുക്കാൻ അസോസിയേഷൻ മുൻകൈയെടുക്കണമെന്നും PR ശ്രീജേഷ് പറഞ്ഞു. തന്റെ പേരിലുള്ള സ്റ്റേഡിയം ഇപ്പോഴും യാഥാർത്ഥ്യമായില്ല. നിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചത് കഴിഞ്ഞ വർഷം മാത്രമാണെന്നും PR ശ്രീജേഷ് വിമർശിച്ചു. ഞാൻ ടീം പ്ലെയർ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരില്ലാണ്ട് എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഡിഫൻസിനെ ഞാൻ ഡിഫൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എൻ്റെ മിഡ്ഫീൽഡേഴ്സിനെ വിളിക്കണം, അവരെ കൊണ്ടുവരണം, അവരുടെ കൂടെ നിന്നാൽ മാത്രമാണ് എനിക്കൊരു കളി ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം കേരളത്തിലെ ഹോക്കിയുടെ അസോസിയേഷൻ ഇല്ല. നമുക്ക് വേണ്ടത് ഒരു ശക്തമായിട്ടുള്ളൊരു പിന്തുണ നമ്മുടെ ഹോക്കിയുടെ അസോസിയേഷന്റെ ഭാഗത്തുനിന്നും അതിനോട് ഇഷ്ടമുള്ള നിങ്ങൾ വെറ്ററൻസിന്റെ അസോസിയേഷൻ ആണെങ്കിലും നിങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്നാലേ നേടാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഞാൻ പറയില്ല, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പൊക്കിയാൽ പൊങ്ങത്തില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ എപ്പോഴും ഉണ്ട്. ഇന്നലെയാണ് MLA അത് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞ് ഒരു 30 ലക്ഷം രൂപ അനൗൺസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എനിക്കൊരു പുതിയ ഇത് കിട്ടുന്നത്. അതും 5-6 വർഷങ്ങളായിട്ട് എന്താ പറയുന്നത്, ഒരു വോളിബോൾ ഗ്രൗണ്ടാണ്, ചെറിയൊരു വോളിബോൾ ഗ്രൗണ്ട് മൾട്ടിപർപ്പസ് ഗ്രൗണ്ടാക്കി മാറുന്നത്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. ശ്രീജേഷിന് പലതും പറയാനുണ്ട്, അതിൽ പറഞ്ഞു തുടങ്ങുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ ഇപ്പോഴത്തെ ഈ വാക്കുകൾ? സുജയ, ഒരു പക്ഷേ അങ്ങനെ തന്നെ കാണേണ്ടി വരും. അതായത് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി തിരിച്ചെത്തിയ മലയാളികളുടെ അഭിമാനമായ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ ആദ്യം സ്വീകരണമടക്കം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ പരിപാടി പിന്നീട് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ശ്രീജേഷിൻ്റെ പേരിലുള്ള സ്റ്റേഡിയം അത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴും അത് കടലാസിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ റിപ്പോർട്ടർ TV അടക്കം വാർത്ത ചെയ്തതിന് പിന്നാലെ ശ്രീജേഷ് അടക്കം ഈ വിഷയത്തിലൊക്കെ തന്നെ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന കേരളത്തിൽ ഹോക്കി എന്തുകൊണ്ട് സജീവമാകുന്നില്ല, എന്തുകൊണ്ട് ഹോക്കിയിലേക്ക് കൂടുതൽ താരങ്ങൾ വരുന്നില്ല എന്നതിൻ്റെ ഉത്തരം തേടുകയാണ് ശ്രീജേഷ്. പ്രത്യേകിച്ച് ഇന്ന് നടന്ന ഒരു പരിപാടിയിലാണ് ശ്രീജേഷ് കേരള ഹോക്കി അസോസിയേഷനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കേരളത്തിൽ ഹോക്കിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളത് ശ്രീജേഷിൻ്റെ മാത്രം കർത്തവ്യമല്ല, ഒരു കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്. ഹോക്കി അസോസിയേഷൻ ഇതിനുവേണ്ടി കൂട്ടായ പരിശ്രമം നടത്തണം. ഇത്തരത്തിൽ ആസ്ട്രോ ടർഫ് അടക്കം കേരളത്തിൽ വരേണ്ടതാണ്. പക്ഷേ അത് അസാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തുകൊണ്ടാണ് ആസ്ട്രോ ടർഫ് അടക്കം കേരളത്തിൽ സാധ്യമാകാത്തത് എന്നും ശ്രീജേഷ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അസോസിയേഷനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ്. പക്ഷേ അത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന തരത്തിൽ വരരുത് എന്നാണ് ശ്രീജേഷ് പറയുന്നത്. മാത്രവുമല്ല, ഈ ഇത്തരത്തിൽ ഹോക്കിക്ക് വേണ്ടി അസോസിയേഷനുള്ളവരൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലരും ഇതിന് തുരങ്കം വെക്കുന്നു എന്ന രൂക്ഷമായ വിമർശനവും PR ശ്രീജേഷ് ഉന്നയിക്കുന്നുണ്ട്. താൻ ഹോക്കി അസോസിയേഷൻ എതിരല്ല, അസോസിയേഷൻ്റെ ഒപ്പം തന്നെയാണ് താനുള്ളത്, താൻ അവരുമായി സഹകരിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ ശ്രീജേഷ് പറയുന്നുണ്ട്. പക്ഷേ PR ശ്രീജേഷിനപ്പുറം കേരളത്തിൽ നിന്ന് ഹോക്കിയിലേക്ക് കൂടുതൽ താരങ്ങൾ വരാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. ഇതിൻ്റെ ഉത്തരം തന്നെയാണ് ശ്രീജേഷും തേടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജൂനിയർ ടീമിൻ്റെ പരിശീലകനായി ശ്രീജേഷ് പോകാൻ ഒരുങ്ങുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഹോക്കി സജീവമാക്കാനുള്ള, കൂടുതൽ പേർക്ക് പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ വേണം എന്ന് ശ്രീജേഷ് തന്നെ അഭിപ്രായപ്പെടുന്നത്. സുജയ.